ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ദേ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് എൻ്റെ വീട്ടിൽ പാർക്കാൻ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ കണ്ടത്. അപ്പോൾ ദേ അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് നോക്കി നിൽക്കണ്ടെന്ന് അമ്മ ഒരു ചമ്മലായിട്ട് നിൽക്കണം കേട്ടോ അമ്മ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കാട്ടൂർ പോകണം. അപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടാണ് കാരണം ചേട്ടന് ഒരു റിങ് എടുത്ത് കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പം ഞാനൊന്നും മേടിച്ചു കൊടുക്കുന്ന പ്രതീക്ഷ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പം അത് കാരണം ഇതെന്തെങ്കിലും കൊടുക്കുമ്പോൾ സർപ്രൈസ് ആണെന്ന് വിചാരിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണ നേരത്ത് മേമ ഒന്ന് വർത്താനത്തിന് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് മേമിക്ക് ചമ്മലായിട്ട് എന്നെ എടുക്കണ്ടേ എന്ന് പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല മേമ എന്തിട്ട് ഇപ്പം പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞതിന് വിട്ടിട്ടാ. അങ്ങനെ ഓട്ടോറിക്ഷ വന്നു ഞങ്ങളതിൽ കയറി. അപ്പോൾ കുഞ്ഞിലാണെങ്കിൽ ഇതുമാതിരി ഇടയ്ക്കൊക്കെ ഓട്ടോറിക്ഷയിൽ കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. എനിക്ക് ചേട്ടന് റിങ് എടുക്കാമെന്ന് പറഞ്ഞ കാരണം എനിക്ക് ചേട്ടൻ്റെ അളവറിയാത്ത കാരണം ഞാൻ ഉമ്മയുടെ വിരലിൻ്റെ അളവാട്ടാ കൊടുത്തത്. എന്നാലും എനിക്ക് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നുണ്ട് കാരണം അളവൊക്കെ എടുത്തിട്ട് ഇനി ആ സമയത്ത് പാകമായില്ലെങ്കിൽ ഇനി മാറ്റാനും പറ്റില്ല. രണ്ടും കൽപ്പിച്ചെടുത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കയറി. ഒരു ജ്യൂസും ഷെയ്ക്കും പിന്നെ ഉണ്ണിക്ക് ഒരു 2 ഉഴുന്നാടൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനുണ്ട്. അതൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് കസിൻസിനൊക്കെ കണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിലേക്കാണെങ്കിൽ സിപ്പറിൽ വെള്ളം കുടിച്ച് കുടിച്ച് ആ ഒരു പരിചയമുള്ള കാരണം സ്ട്രോയിൽ ജ്യൂസ് കൊടുത്തപ്പോൾ അവളിരുന്ന് കഴിച്ചു കേട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. പോകുമ്പോൾ തന്നെ അത്യാവശ്യം നേരമായി കാരണം തിരിച്ച് വരുമ്പോൾ നല്ല ഇരുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടാ. ബാംഗ്ലൂർ എത്തി അന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങളൊന്ന് സെറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ ചേട്ടാ ഓഫീസിൽ പോകാറില്ല ചേട്ടാ. എനിക്കാണെങ്കിൽ അന്ന് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ വാങ്ങാൻ പോയി. ഈ കണ്ണൊരു ചോക്ലേറ്റ് കേക്കും വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാൻഡ്, വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡ് അങ്ങനെയൊക്കെ കുറേ എടുക്കാൻ തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങിയിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം ഇത്ര നാളായിട്ട് ഞാനൊന്നും കൊടുത്തില്ല. ബർത്ത്ഡേക്ക് കല്യാണത്തിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് ശേഷം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ബർത്ത്ഡേ ആയാലും പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയാലും ഞാനൊന്നും കൊടുത്തിട്ടില്ല കല്യാണത്തിന് ശേഷം. അപ്പം ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. അതിട്ട് റിങ്ങിന് ഇട്ടാൽ നെയ്മിങ് റിങ്ങിന് ഇട്ടാൽ. അപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ ഇട്ടേക്കണ റിങ് ചേട്ടൻ്റെ റിങ് അത് പേര് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. സമയം ഉണ്ടായിരുന്നില്ലേ വന്നപ്പോൾ. അതായത് കല്യാണത്തിന് ചേട്ടൻ വന്നപ്പോൾ പേരടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കല്യാണത്തിന് 2 ദിവസം മുമ്പൊക്കെയാണ് വരാം. അപ്പോഴേക്ക് അടിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചേട്ടൻ പറഞ്ഞു പേര് കുത്താത്തത് എടുത്തിട്ട് കല്യാണത്തിന് ജസ്റ്റ് ഇട്ടിട്ട് പിന്നെ പേര് കുത്താമോ അങ്ങനെ വിചാരിച്ചേനെ. പിന്നെ അത് പേര് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പേര് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പണയം വെച്ചാൽ ഗിഫ്റ്റ് കിട്ടാം. പിന്നെ ചേട്ടൻ വലിയ റിങ് ഇടാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റിങ് എടുക്കുക എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ആവശ്യമില്ല അങ്ങനെയൊക്കെ കേട്ടോ പറഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ എന്നാലും കുറേ പറയും റിങ് എടുക്കുക ഞാൻ പറഞ്ഞാൽ ഇനി നീ എടുത്താൽ എന്നാലും ഞാൻ ഇടുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിക്കോട്ടെ എന്ന് ഞാൻ എടുത്തരാം എന്ന് ഞാൻ കടയിൽ പറയാറുണ്ട്. പക്ഷെ അത് വിശ്വസിച്ചിട്ടില്ല. പിന്നെ നമുക്ക് റിങ് കൊടുക്കാം കേട്ടോ. എങ്ങനെ അറിയില്ല. റിങ് ഞാൻ നിങ്ങൾ കയറി കാണിച്ചിട്ടില്ല. കാരണം ഇന്നലെ കിട്ടിയിട്ട് ലേറ്റായി. പിന്നെ ഇന്നലെ ഞങ്ങൾ വരാനുള്ള ധൃതിയിലൊക്കെ ആയപ്പോൾ വേഗം എടുത്ത് വെച്ച് പിന്നെ ഞങ്ങളൊന്നും കാണിക്കാനും പറ്റില്ല. മറ്റേ എന്താ പറയുക പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇത് ചേട്ടന് പുറത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. കാണിച്ചു തരാം എനിക്ക്. ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത് അമ്മയ്ക്ക്. എന്റെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാവാ അച്ഛൻ കണ്ണടച്ചുണ്ട്. ശരി കണ്ണടച്ചോ. എന്താ മച്ചത്
അച്ഛന് കൊടുക്ക് പാകാവുള്ളത് നമുക്ക് ചേട്ടനത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ചേട്ടാ ഞാനത് കൊടുക്കുമെന്ന്. ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.